വെൽക്കം ബാക്ക് ടു ഡിപ്ലോയ് ഹാപ്പിനെസ്. ഇന്നത്തെ ടോപ്പിക്ക് ഹൗ ടു സോൾവ് അവർ പേഴ്സണൽ പ്രോബ്ലം. നമ്മളുടെ പേഴ്സണലായ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും തരിക, നിങ്ങളുടെ കമൻസും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ പേഴ്സണലായ പ്രോബ്ലംസും എങ്ങനെ നമുക്കതിൽ നിന്ന് മുക്തി നേടാം, അതിൽ നിന്ന് കയറാം എന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മളുടെ ജീവിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും നമുക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് നമ്മളുടെ ജീവിതത്തിൽ വരിക. അപ്പോൾ അത് എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നല്ല ജോലിയൊക്കെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അസുഖത രൂപത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നത്. അതേപോലെ തന്നെ കുട്ടികൾ പഠിച്ചുകൊണ്ട് പോകുമ്പോഴായിരിക്കും അവർക്ക് ചിലപ്പോൾ ഇപ്പോഴത്തെ യങ് ജനറേഷൻ അറിയാമല്ലോ, നമുക്ക് 10-20 വയസ്സായ എത്രയോ കുഞ്ഞുങ്ങളാണ് നമ്മളുടെ ആക്സിഡൻറ്റിൽ അവർ മരണത്തോടും അല്ലെങ്കിൽ ജീവിതത്തോടും മല്ലടിച്ച് ജീവിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മളുടെ ഒരു വീടിൻ്റെ എല്ലാ പ്രതീക്ഷകളും അത് തകർക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിലും അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ വിഷമിക്കും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യങ്ങൾ അതെങ്ങനെ നമുക്ക് നേരിടാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലെ മെയിൻ ആയിട്ടുള്ള ആൾ പെട്ടെന്നുള്ള മരണം, ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കും എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരായ പിള്ളേർ എത്രയോ പേര് മരിച്ചു. അപ്പം അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ അയാളായിരിക്കും ആ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്ന ആൾ. അപ്പോൾ അതിൽ നിന്ന് വളരെയധികം വിഷമം നമുക്കുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ആ പ്രശ്നങ്ങളിലും എന്തൊരു പ്രശ്നം നമ്മളുടെ മുന്നിൽ വന്നാലും നമ്മൾക്കതിൽ നിന്ന് ആ പേഴ്സണലായിട്ട് നമുക്ക് വന്ന ആ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ, അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനെ മറികടക്കാൻ സാധിക്കും. അതായത് ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടെന്ന് അത് ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യമാണ്. അതായത് ഒന്നാമതായിട്ട് ഏതൊരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ട്, അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. അപ്പോൾ എന്ത് പ്രശ്നമായാലും അതിന് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നും ഇല്ല. അപ്പോൾ അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് അവിടെയാണ് നമ്മളുടെ ആ മനസ്സ് പ്രവർത്തിക്കേണ്ടത്, നമ്മളുടെ മൈൻഡ് പ്രവർത്തിക്കേണ്ടത്. ഇനി ഏതൊരു പ്രശ്നം നമ്മളുടെ മുന്നിൽ വന്നാലും, ഫിനാൻഷ്യൽ ക്രൈസിസോ അസുഖങ്ങളോ ഇപ്പോൾ ക്യാൻസർ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ ഏതൊരു പ്രശ്നം വന്നാലും നമ്മൾ പെട്ടെന്ന് ഒന്ന് ശാന്തമായിരിക്കാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റില്ല, എന്നാലും നമ്മളൊന്ന് ശാന്തമായിരിക്കണം. എന്നിട്ടാണ് നമ്മൾ ആ ടെൻഷനിൽ നിന്ന് നമ്മൾ മോചിതരായതിന് ശേഷമാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ആ വിചാരങ്ങൾ അതിനെ ഓവർകം, അതിനെങ്ങനെ മറികടക്കണം, എനിക്ക് വന്ന ആ പ്രോബ്ലത്തെ എങ്ങനെയാണ് ഞാൻ മറികടക്കേണ്ടതെന്ന്, ആ തടസ്സം എങ്ങനെ അത് ബ്ലോക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതായത് രണ്ടാമതായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് വരുന്നത് വരെ കുറച്ച് 1-2-3 ദിവസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലാതെ ആ ടെൻഷനോടുകൂടി നമ്മൾ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ തെറ്റായിരിക്കും. ഇപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ഈയിടെയായിട്ട് നല്ല ജോലിയിൽ ഉണ്ടായിരുന്ന ആളാണ്, പക്ഷേ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. അവരെ വീട്ടിൽ ആകെ ഒരു ഏണിങ്സ് ആയിരുന്നു, നല്ല രീതിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ജോലി നഷ്ടപ്പെട്ട അവരാകെ അപ്സെറ്റായി. കാരണം ഇനി എങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകും, മറ്റു കാര്യങ്ങൾ, പാരൻസും ഉണ്ട്, ഏജ്ഡ് വയസ്സായ അച്ഛനമ്മേനെ അവരെ ഉള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നുള്ള അവരാകെ വിഷമത്തിലായി. അപ്പോൾ അവർ എന്നെ സമീപിച്ചു. അപ്പോൾ അന്നേരം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് ശാന്തമായിട്ട് ഇരുന്ന് അതിനെ പറ്റിയിട്ട് നമ്മളുടെ ആ സ്ട്രെസ്സിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കാതെ ഒന്ന് നമ്മളുടെ മനസ്സൊന്ന് കാം ആൻഡ് ക്വയറ്റായിട്ട് അത് ശാന്തമാകുന്നത് വരെ നമ്മളൊന്ന് കുറച്ച് 2-3-4-5 ദിവസം എടുത്താലും കുഴപ്പമില്ല. അതിന് ശേഷമായിരിക്കണം നമ്മളുടെ തീരുമാനങ്ങൾ. ഇനി പെട്ടെന്ന് നമ്മൾ ഒരു തീരുമാനം എടുത്ത് അത് ഇതായാലും ഒന്ന് റിലാക്സ് ചെയ്ത മൂഡിലായിരിക്കണം നമ്മൾ. റിലാക്സും ടെൻഷൻ ഫ്രീയും ഈ രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ റിലാക്സ് ആയിട്ട് ഇരിക്കുക, എന്നാലേ നമ്മളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും നമുക്ക്. ഇനി നമ്മളുടെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന് ജോലി നഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ജോലി നഷ്ടപ്പെടുക. ഇദ്ദേഹത്തിനാണെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിലുള്ള നല്ല ജോലിയായിരുന്നു, പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ
നല്ല രീതിയിൽ ചിലവാവാതെ വന്നു. പിന്നെ അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത് നടത്തുന്ന ഉടമസ്ഥൻ. അപ്പോൾ അതിൻ്റെ തിരിച്ചടവ് വൈകിപ്പോയി. അപ്പോൾ സാലറി വൈകിപ്പോയി. അങ്ങനെ പയ്യനെ അത് ഒരു ആ സ്ഥാപനം വളരെ രീതിയിൽ പൊളിഞ്ഞുപോയി. അപ്പോൾ അതിലുണ്ടായിരുന്ന ഇവർ 10-13 വർഷമൊക്കെ ജോലി ചെയ്ത ഇവരെ ജോലി നഷ്ടപ്പെട്ടു. കാരണം അത് എവിടെയാണ്, തലപ്പത്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നതെങ്കിലും ഒരാളുടെ കാര്യത്തിൽ അയാളുടെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളത് അയാൾക്ക് വളരെ വ്യാകുലത ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് റിലാക്സ് ആയതോടെ എന്തുകൊണ്ടാണ് എൻ്റെ ജോലി നഷ്ടപ്പെടാൻ കാരണം, ഇനി ഞാൻ കണ്ടെത്തുന്ന ജോലി ഏത് തരത്തിലുള്ളതാകണം എന്നൊക്കെ ഒരു റിലാക്സ് ചെയ്ത മൂഡിലായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ബിസിനസ് ചിലവരെ പൊളിഞ്ഞു പോകാറുണ്ട്, അല്ലെങ്കിൽ അത് സക്സസ് ആവാതിരിക്കുന്ന ഒരു ബിസിനസ് ചെയ്താൽ സക്സസ് ആവാതെ. അപ്പോൾ അതിൻ്റെയും എന്താണ് അതിൻ്റെ കോസ്, അത് ഫെയിലിയർ ആവാനുള്ള കോസ് എന്നുള്ളത് അതൊരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു നോട്ടായിട്ട് എഴുതി വെക്കണം. എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം വീണ്ടും ഒരെണ്ണത്തിലേക്ക് ചെന്ന് ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നാലാമത്തത്. അതായത് നമ്മൾക്ക് ഓർഡർലി ആയിട്ട് നമ്മൾക്ക് എന്താണ് പറ്റിയത്, എന്ത് പ്രശ്നമാണ് എന്നെ ഫേസ് ചെയ്തത്, എങ്ങനെയാണ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ എൻ്റെ ജോലി നഷ്ടപ്പെടാനുണ്ടായ അതിൻ്റെ സ്ഥാപനത്തിന് എന്ത് പറ്റി എന്നുള്ളതൊക്കെ നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതായിരിക്കണം. പിന്നീട് നമ്മൾ വീണ്ടും ഇതേപോലെ ചെല്ലാതെ ഒന്നും കൂടെ ഫേം നല്ല സ്റ്റെബിലിറ്റി ഉള്ള, അതായത് ഒന്നും കൂടെയും ഇതുള്ള ഫാമിലിക്ക് പോകാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. നാലാമതായിട്ട് നമ്മൾക്ക് വന്നുപെട്ട ദുർഘടം അല്ലെങ്കിൽ നമ്മൾക്ക് വന്നുപെട്ട ആ കാര്യങ്ങൾ ഒന്ന് എഴുതി വെച്ചിട്ട് അതിൽ എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ പ്രയർ നിങ്ങളെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനത്തെ ക്രൈസിസൊക്കെ വരുമ്പോഴും വിശ്വാസികളായ നിങ്ങളുടേതായ പ്രയറിൽ മുഴുക. നിങ്ങൾ ഒരു മനസ്സിൻ്റെ ഒരു സ്ട്രെസ്സും അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ നിങ്ങൾക്ക് പ്രയറിൽ നമുക്ക് അഭയം തേടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുണ്യസ്ഥലങ്ങളാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അതെല്ലാം പോവുകയോ സന്ദർശിക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി എല്ലാത്തിനുപരി നമുക്ക് അഞ്ചാമതായിട്ട് നമുക്ക് ശുഭാപ്തി വിശ്വാസം. ഞാൻ രക്ഷപ്പെടും, ഞാൻ ജോലി ചെയ്യും എന്നുള്ള നമ്മളുടെ ഒരു പുതിയ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ആ വേർഡ്. ആ ശുഭാപ്തി വിശ്വാസം, അതായത് നല്ലത് എനിക്ക് വരുന്നുള്ള ആ കോൺഫിഡൻസ് നമ്മൾ വിടാതിരിക്കുക. അതാണ് അഞ്ചാമത്തെ. ഇനി പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയ ജോലി വീണ്ടും അതേ രീതിയിലുള്ള ജോലി തേടാതെ. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വേറെ ഒരു ജോലിയിലാണ് ഇപ്പോൾ അയാൾ എൻഗേജ്ഡ് അയാൾ. അപ്പോൾ അതുകൊണ്ട് അതേപോലത്തെ ജോലി ഇപ്പോൾ MBA കഴിഞ്ഞ ചില ആളുകളുണ്ട്, അവർ സെയിൽസിലൊക്കെ ജോലി ചെയ്യും. അപ്പോൾ അവർക്കൊരു ടാർഗറ്റൊക്കെ ഉണ്ടാവും. അത് കംപ്ലീറ്റ് ആ കമോഡിറ്റി ടാർഗറ്റ് ചെയ്ത് ഇത്രയും ഇത് വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് അവർക്ക് ഒപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സ്ട്രെസ്സ് വരും. അപ്പോൾ ചിലപ്പോൾ അവർ ജോലി വിടും. മാനസിക സമ്മർദ്ദം കൊണ്ട് ജോലി വിടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ഇതൊക്കെ ഒന്ന് ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ അവർക്ക് ഒരു ജോലി കണ്ടെത്താനും അതിന് ജോലി ചെയ്യാനും നമുക്ക്. അപ്പോൾ നമ്മൾ വേണ്ടത് പ്രശ്നങ്ങൾ എവിടെയാണെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ. അതാണ് നമ്മളുടെ ഏഴാമത്തെ പോയിൻ്റ്. അപ്പോൾ ഇത്രയും ഈ 7 പോയിൻ്റ് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് വളരെയധികം മുന്നോട്ട് പോകാനും നമ്മളുടെ പേഴ്സണലായിട്ട് നമുക്ക് വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുക. ജോലി ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ മാനസികമായി എന്ത് പ്രശ്നമായാലും ഈ സ്റ്റെപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുക. അതായത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും ഓർത്ത് വെച്ച് അതെല്ലാം അതിന് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാനായിട്ട് കഴിയും. താങ്ക് യു. ഇനിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.